NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദ് പാർലമെന്റ് ഹൗസിലെത്തിയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. NDAയുടെ ശക്തിപ്രകടനത്തിന് വേദിയായ ചടങ്ങിൽ കോവിന്ദിന് വേണ്ടി 4 സെറ്റ് പത്രികകൾ സമർപ്പിക്കപ്പെട്ടു. വരണാധികാരിയായ ലോക്സഭാ സെക്രട്ടറി ജനറൽ പത്രിക ഏറ്റുവാങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അരുൺ ജെയ്റ്റ്ലി, സുഷമ സ്വരാജ്, NDA സഖ്യകക്ഷികളായ ശിരോമണി അകാലിദൾ നേതാവ് പ്രകാശ് സിംഗ് ബാദൽ, TDP നേതാവും ആന്ധ്ര മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡു എന്നിവർ നാമനിർദ്ദേശം ചെയ്ത പത്രികകളാണ് സമർപ്പിച്ചത്. കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള NDA മുഖ്യമന്ത്രിമാരും പത്രികാ സമർപ്പണത്തിനെത്തി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന LK അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും സാന്നിധ്യം ശ്രദ്ധേയമായി. NDA 60% വോട്ട് വിഹിതം ഉറപ്പിച്ച സാഹചര്യത്തിൽ രാം കോവിന്ദിന് വിജയം അനായാസമാകും. പ്രതിപക്ഷ സ്ഥാനാർത്ഥി മീരാകുമാർ നാളെയായിരിക്കും പത്രിക സമർപ്പിക്കുക. അതേസമയം സ്ഥാനാർത്ഥികൾ ഇരുവരും ദളിതരാണെങ്കിലും കോവിന്ദ് ജാട്ടവേതര വിഭാഗമായ കോലി സമുദായാംഗമാണ്. മീരാകുമാറാകട്ടെ മായാവതിയുടെ സമുദായമായ ജാട്ടവയും. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ദളിത് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സ്വീകരിച്ച തന്ത്രം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചതോടെ പ്രതിപക്ഷത്ത് വിള്ളലുണ്ടാക്കാൻ BJPക്കായി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.